ഹലോ ഓൾ. മെൻറ്റിംഗ് വോൾ എന്ന് പറയുന്ന റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു പോയട്രിയിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 2024 4 മാർക്സിൻ്റെ ചോദിച്ച ചോദ്യം, ഓ ജസ്റ്റ് അനദർ കൈൻഡ് ഓഫ് ഔട്ട്ഡോർ ഗെയിം, വൺ ഓൺ എ സൈഡ്. ഇറ്റ് കംസ് ടു ലിറ്റിൽ മോർ. ദെയർ വേർ ഇറ്റ് ഇസ് വി ഡു നോട്ട് നീഡ് ദ wall. He is all pine and I am apple orchard. My apple trees will never get across and eat the corns under his pines, I tell him. നെയിം ദി പോയം ആൻഡ് ദി പോയറ്റ്. ഇത് ഏത് പോയട്രിയിൽ നിന്നുള്ള വരികളാണ്? പോയറ്റ് ആരാണ്? മെൻറ്റിംഗ് വോളിലെ വരികളാണ്. ആരാണ് പോയറ്റ്? റോബർട്ട് ഫ്രോസ്റ്റ്. വാട്ട് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ആൻ ഔട്ട്ഡോർ ഗെയിം? ഇവിടെ ഔട്ട്ഡോർ ഗെയിം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണെന്ന്? റിപ്പയറിംഗ് ദ വോൾ അല്ലെങ്കിൽ മെൻറ്റിംഗ് ദ വോൾ. മെൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ റിപ്പയർ ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. ഇവിടെ റിപ്പയർ ചെയ്യുന്നതാണ് മറ്റൊരു ഔട്ട്ഡോർ ഗെയിമായിട്ട് ഇവർ കാണുന്നത്. ഔട്ട്ഡോർ ഗെയിം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പുറത്ത് നമ്മൾ പ്ലേ ചെയ്യുന്ന ഗെയിംസ്. വൈ ഡസ് ദ പോയിറ്റ് സേ ദാറ്റ് ദർ ഇസ് നോ നീഡ് ഫോർ എ വാൾ? എന്തുകൊണ്ടാണ് പോയിട്ട് വാളിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നതെന്ന്? അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? കാരണം എന്താണ്? ഹീസ് ഓൾ പൈൻ ആൻഡ് ആപ്പിൾ ഓർച്ചാർഡ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് വാളിൻ്റെ ആവശ്യമില്ല എന്ന് പോയിട്ട് പറഞ്ഞത്. ബിക്കോസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദ ലാസ്റ്റ് 2 ലൈൻസ്, ലാസ്റ്റ് 2 വരികളിലും ഉപയോഗിച്ചേക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഇവിടെ മൈ ആപ്പിൾ ട്രീസ് വിൽ നെവർ ഗെറ്റ് അക്രോസ് ആൻഡ് ഈറ്റ് ദ കോൺസ്. അപ്പോൾ ആപ്പിൾ ട്രീസ് അപ്പുറത്തേക്ക് കടന്നു ചെന്ന് കോൺസ് തിന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോർമലി ഇങ്ങനെ അപ്പുറത്ത് കടന്നു ചെന്ന് സാധനങ്ങൾ തിന്നുന്ന ആരാണ്? മനുഷ്യന്മാരാണ്. ഇവിടെ ട്രീസിനെ പറ്റി അത് പറഞ്ഞേക്കാണ് അല്ലേ? അപ്പുറത്ത് പോയി തിന്നില്ല എന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പോൾ അവിടെ യൂസ് ചെയ്തേക്കുന്നത് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസ് ആണ്. 2024 കമ്പയർ ദ പോയം മെൻറ്റിംഗ് വോൾ വിത്ത് ദ പോയം നെയ്ബർ. നെയ്ബർ എന്ന് പറയുന്ന ഒരു പോയട്രിയോട് മെൻറ്റിംഗ് വോൾ എന്ന് പറയുന്ന നമ്മുടെ പോയട്രീനെ കമ്പയർ ചെയ്യണം. 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ടൈം ചോദിച്ചത് ഈ ഒരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, എനി വുമൺ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് മാത്രമല്ല കമ്പാരിസൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് എനി വുമണിൽ നിന്നാണ്. അത് ഓക്കെ. ബട്ട് കഴിഞ്ഞ തവണ കമ്പാരിസൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചത് മെൻറ്റിംഗ് വോളിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് മെൻറ്റിംഗ് വോളും ഈക്വലി കമ്പാരിസൻ്റെ കേസിൽ, ആ ഒരു ക്വസ്റ്റ്യൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 2023 നോക്കിക്കേ. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. ഇലാബറേറ്റ് ദ ഐഡിയ ഇൻ എ പാരഗ്രാഫ്. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്നുള്ളതിൽ നിന്നും എന്താണ് മനസ്സിലായത്? നിങ്ങളുടെ ഐഡിയ എന്താണ് എന്ന് എഴുതാം. കമ്പയർ ദ പോയം മെൻറ്റിംഗ് വോൾ വിത്ത് ദ പോയം ആസ് ഐ ഗ്രൂ ഓൾഡർ. കണ്ടോ, 2023 മെൻറ്റിംഗ് വോൾ എന്ന് പറയുന്ന പോയം കമ്പയർ ചെയ്യാനാണ് ഈ പോയട്രീനോട്, ആസ് ഐ ഗ്രൂ ഓൾഡർ എന്ന് പറയുന്ന പോയട്രീനോട് കമ്പയർ ചെയ്യാനാണ് ചോദിച്ചത്. 8 മാർക്സിൻ്റെ ആണ് കേട്ടോ. 2022 നോക്കാം. ഐ സീ ഹിം ദെയർ ബ്രിങ്ങിങ് എ സ്റ്റോൺ ഗ്രാസ്പ്ഡ് ഫേംലി ബൈ ദ ടോപ്പ് ഇൻ ഈച്ച് ഹാൻഡ് ലൈക്ക് എൻ ഓൾഡ് സാവേജ് ആംഡ്. ഹു ഈസ് മെൻഷൻ ഹിയർ ആസ് ആൻ ഓൾഡ് സാവേജ് ആംഡ്? ഇവിടെ ആരെയാണ് ഓൾഡ് സാവേജ് ആംഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇവിടെ പോയിറ്റിൻ്റെ നെയ്ബറിനെയാണ്. സോ ആൻസർ ഇസ് പോയിറ്റ്സ് നെയ്ബർ. ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ ലാസ്റ്റ് ലൈൻ. ഇവിടെ ലാസ്റ്റ് ലൈനിൽ നോക്കിക്കേ, ലൈക്ക് എന്നൊരു വാക്കുണ്ട് അല്ലേ? അപ്പോൾ ലൈക്കും ആസും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? അവിടെ സിമിലിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇൻ ദ പോയം മെൻറ്റിംഗ് വോൾ ദ പോയിറ്റ്സ് വ്യൂ കോൺട്രഡിക്ട്സ് ദാറ്റ് ഓഫ് ഹിസ് നെയ്ബേഴ്സ് ഓൺ ബിൽഡിംഗ് വാൾസ്. അല്ലേ, ഈ പോയിട്രി വായിക്കുമ്പോൾ അറിയാം പോയിറ്റിൻ്റെ അഭിപ്രായമല്ല പോയിറ്റിൻ്റെ നെയ്ബറിന്. ഡു യു തിങ്ക് ദാറ്റ് വാൾസ് ആർ നെസസറി ടു ക്രിയേറ്റ് എ ഗുഡ് റിലേഷൻഷിപ്പ് എമംഗ് ഹ്യൂമൻ ബീങ്സ്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വാൾസ് ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ? റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദ സിഗ്നിഫിക്കൻസ് ഓഫ് മാൻ മെയ്ഡ് വാൾസ്. അപ്പോൾ മാൻ മെയ്ഡ് വാൾസിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് ഒരു പാരഗ്രാഫ് എഴുതണം. 4 മാർക്സ്. 2020 ക്വസ്റ്റ്യൻ നോക്കാം. Bring out the idea conveyed in the lines. Before I built a wall, I would ask to know what I was walling in or walling out. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ വരിയുടെ മീനിങ് എന്താണെന്നുള്ളത്. I let my neighbor know beyond the hill, and one day we meet to walk the line and set the wall between us as we go. What did the poet want to convey his neighbor? അപ്പോൾ പോയറ്റിനോട് എന്താണ് നെയ്ബറിന് പറയാനുള്ളത്? പോയിറ്റിന് നെയ്ബറിനോട് എന്താണ് പറയാനുള്ളത്? ഐഡൻറ്റിഫൈ ദ പോയറ്റിക് ഡിവൈസ് ഇൻ ദ ലൈൻ വി കീപ് ദ വാൾ ബിറ്റ്വീൻ അസ് ആസ് വി ഗോ. ഇവിടെ ഏതാണ്? വ് സൗണ്ട് റിപ്പീറ്റഡ് ആയി വരുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് അവിടെ അലിറ്ററേഷൻ. വ് എന്ന് പറയുന്ന കോൺസണൻ്റ് അല്ലേ? യെസ്. സോ അലിറ്ററേഷൻ. ഈസ് ഇറ്റ് നെസസറി ടു ഹാവ് വാൾസ് ഇൻ അവർ നെയ്ബർഹുഡ്? ഗിവ് യുവർ ഒപ്പീനിയൻ ഇൻ 2 sentences. നെയ്ബർഹുഡിൽ വാൾസിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങളുടെ ഒപ്പീനിയൻ എഴുതാം. കമ്പയർ ദ പോയം മെൻറ്റിംഗ് വോൾ വിത്ത് ദ പോയം
നെയ്ബർ. നെയ്ബർ എന്ന് പറയുന്ന പോയട്രിനോട് കമ്പയർ ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എഗെയിൻ 8 മാർക്സ് ക്വസ്റ്റ്യൻ. 2018 ചോദിച്ച ചോദ്യം നോക്കാം. കമ്പയർ ദ പോയം മെൻറ്റിംഗ് വോൾ വിത്ത് ക്വയറ്റ് മോർണിംഗ്. അവിടെയും 8 മാർക്സ് ആണ്. കണ്ടോ, അപ്പോൾ മെൻറ്റിംഗ് വോൾ കമ്പയർ ചെയ്യാൻ കുറേ തവണ വന്നിട്ടുണ്ട്. മെൻറ്റിംഗ് വോൾ പ്രസൻസ് പാരഡോക്സ് ഇൻ സംതിങ് ദർ ഇസ് ദറ്റ് ഡസൻറ്റ് ലവ് എ വാൾ ആൻഡ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. കണ്ടോ, രണ്ടും ഓപ്പോസിറ്റ് ഐഡിയാസ് അല്ലേ. ഒന്നിൽ പറയുന്നത് വാൾ ഇഷ്ടമല്ലാത്ത എന്തുകൊണ്ടെന്ന്, അടുത്തത് പറയുന്നത് ഗുഡ് ഫെൻസസ് ഉണ്ടെങ്കിലേ നല്ല നെയ്ബേഴ്സ് ഉണ്ടാവുള്ളൂ. ബോത്ത് സീംസ് ടു ബി ഈക്വലി ട്രൂ. രണ്ടും ശരിയാണ്, പക്ഷേ എന്താ, ബട്ട് കോൺട്രാസ്റ്റിംഗ് പോയിന്റ്സ് ഓഫ് വ്യൂ ആണ് അല്ലേ. രണ്ടും ഓപ്പോസിറ്റ് ഐഡിയാസ് ആണ്. സബ്സ്റ്റാൻഷ്യേറ്റ് യുവർ വ്യൂസ്. നമ്മുടെ വ്യൂസ് എന്താണ് ഇതിനെപ്പറ്റി ഉള്ളത് എന്നുള്ളത് 4 മാർക്സിൽ എഴുതണം. ദെൻ 2017 ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഫോർ പ്രസൻറ്റേഷൻ ആസ് ദ ഫസ്റ്റ് സ്പീക്കർ ഇൻ എ പാനൽ ഡിസ്കഷൻ ഓൺ വൺ വേൾഡ് വിത്തൗട്ട് വാൾസ്. അപ്പോൾ പാനൽ ഡിസ്കഷൻ എന്നുള്ളതാണ് 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാണ്. നമ്മളതിലൊരു സ്പീക്കറായിട്ട് വേണം എഴുതാനായിട്ട്. വൺ വേൾഡ് വിത്തൗട്ട് വാൾസ് എന്നുള്ളതാണ് ടോപ്പിക്. 2016 നോക്കാം. ഇമാജിൻ ദാറ്റ് യു ആർ പോയിറ്റ്സ് നെയ്ബർ ഇൻ ദ മെൻറ്റിംഗ് വാൾ. നമ്മളാണ് പോയിറ്റിൻ്റെ നെയ്ബർ എന്ന് വിചാരിക്കുക. യു വോണ്ട് ടു ജസ്റ്റിഫൈ യുവർ പോയിന്റ്സ് ആൻഡ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നമുക്ക് നമ്മുടെ ഒരു വ്യൂ പോയിന്റ് ജസ്റ്റിഫൈ ചെയ്യണം. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്നുള്ളത് കറക്റ്റ് ആണെന്നുള്ളത് തെളിയിച്ചു കൊടുക്കണം. പ്രസൻറ്റ് യുവർ റീസൺസ് ഇൻ ദ ഫോം ഓഫ് 2 ആർഗ്യുമെൻറ്റ്സ്. സോ നമ്മളിവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് എഴുതണം. നമ്മൾ പറയുന്നതിൻ്റെ റീസൺ ആർഗ്യുമെൻ്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. 2 മാർക്സ്. അപ്പോൾ ഇത്രയാണ് മെൻറ്റിംഗ് വാളിൽ നിന്ന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഫെൻസസ് എന്നുള്ളതിന് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ആ ഒരു വാളിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വാൾ വേണോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വാൾസ് വേണ്ട, എന്താണ് നമ്മുടെ ആ ഒരു വാളിനെ പറ്റിയിട്ടുള്ള ആ ഒരു ഐഡിയ എന്നുള്ളത് അറിയണം. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് അത് റിലേറ്റഡ് ആണല്ലോ. അപ്പോൾ നമ്മളത് നന്നായിട്ട് പഠിക്കുക. അതേപോലെ കമ്പയർ ചെയ്യാനും നന്നായി പഠിക്കുക. ഈ പോയട്രിയിൽ നിന്നും കമ്പാരിസൺ കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക, പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.